പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ അല്പസമയം തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നൽകിയ കൃപയ്ക്കും കരുണയ്ക്കുമായി ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. ഇന്ന് ഈ സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, ദൈവമക്കൾ, ദൈവവചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ, ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. നിത്യജീവമൊഴികൾ എന്ന ഈ വിശുദ്ധ വചന പരമ്പരയിലൂടെ ചില നാളുകളായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അതേ വിഷയം തന്നെ അതിൻ്റെ 11ാമത്തെ ഭാഗം ഇന്ന് സംസാരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ പാഠങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ് എന്ന് നമുക്ക് കഴിഞ്ഞ പാഠങ്ങളിൽ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന വിഷയം അത് വ്യക്തമായിട്ടും ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ അഥവാ ദുരുപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിന് ആത്മീയ ജീവിതം നന്നായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് നാം അതിൻ്റെ സത്യമായി തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷമേ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയം സംഭവിക്കാതെ വണ്ണം സ്തോത്രം നമുക്ക് മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് തീർച്ചയായിട്ടും ഈ പഠനം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ. സ്തോത്രം. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മിൽ ആരും തള്ളപ്പെട്ടവരായി തീരാതിരിക്കേണ്ടതിന് നാം വിശ്വസ്തയോടും വിശുദ്ധിയോടും ഈ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ ഒടുവിൽ നാം നിരാശിതരായി തീരുവാനിടയായി തീരും. അത് വരാതിരിക്കേണ്ടതിന് വളരെ സൂക്ഷ്മതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദൈവം ശരീരത്തിൽ വെളിപ്പെട്ടു വന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അവൻ്റെ മനുഷ്യത്വം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു എന്ന് നാം അറിയുന്നു. അത് നമ്മുടേതിനു വേണ്ടി മാത്രമായിരുന്നില്ല, മുഴു ലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ വേണ്ടിയാണ് നമ്മുടെ അരുമനാഥനായ കർത്താവ് മനുഷ്യ വേഷം ധരിച്ച്
ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നത് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. മുഴുലോകത്തെയും പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വവും ആവശ്യവും അവന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രക്രിയയുമായതുകൊണ്ട് അരുമനാഥനായ കർത്താവ് മനുഷ്യവേഷമെടുത്ത് അഥവാ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കേവലം അവനൊരു മനുഷ്യനായിരുന്നില്ല, സാക്ഷാൽ സർവശക്തനായ ദൈവമായിരുന്നു. അവൻ തന്റെ മക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ളതായ സ്തോത്രം അവന്റെ കടന്നുവരവിലാണ് അവൻ മനുഷ്യത്വം സ്വീകരിക്കുവാനിടയായി തീർന്നത് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാവുകയും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സത്യം നാം അറിയുകയും സത്യം ഗ്രഹിക്കുകയും സത്യത്തിനു വേണ്ടി നിത്യതയോളം നിലനിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില വേദഭാഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ എന്ന് കർത്താവിന്റെ ദാസനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എബ്രായ ക്രൈസ്തവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ച സന്ദർഭത്തിൽ നാം അവരെ വണങ്ങി പോരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാക്കളുടെ പിതാവായ ദൈവം സ്തോത്രം ദൈവത്തിന് എത്രമാത്രം നാം കീഴടങ്ങി ജീവിക്കേണ്ടതാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ആത്മാക്കളുടെ ദൈവമായ കർത്താവിനെ നാം പൂർണ്ണമായും കീഴടങ്ങി ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെ പാപത്തിനും തന്നെ എന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. പരിശുദ്ധനായ കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല സർവലോകത്തിന്റെയും പാപത്തിന് വേണ്ടിയാണ് അവൻ പ്രായശ്ചിത്തമായി തീർന്നത് എന്ന് ദൈവവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മുടെ ദൈവം ജഡം സ്വീകരിച്ച് അഥവാ ശരീരം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നതിൻ്റെ സുപ്രധാനമായ കാരണമാണ് ഇവിടെ നമുക്ക് വായിക്കുവാനിടയായി തീർന്നത്. നമ്മുടെയും ലോകത്തിലുള്ളതായ സകല മാനവരാശിയുടെയും സ്തോത്രം ആത്മാവിന് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ, യാഗമായി തീരുവാൻ പരിശുദ്ധനായ കർത്താവ് മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കാര്യം, അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും അവൻ കേവലം ഒരു മനുഷ്യനായിരുന്നില്ല, സാക്ഷാൽ ദൈവമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്. പിന്നീട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്: അവണ്ണം തന്നെ
ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ നമ്മുടെ ആത്മാക്കളെ ബലപ്പെടുത്തുകയും വീണ്ടും പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ബലഹീനതകളും പോരായ്മകളും ഒക്കെയും നികത്തി ബലവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ ബലത്തോടെ നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതിന് വേണ്ടി നമ്മെ പ്രാപ്തന്മാരാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധനായ കർത്താവ് ഈ വിധത്തിൽ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃപാവരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് അവിടെ. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. എന്നാൽ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിലകളിലുള്ളതായ കൃപാവരങ്ങളാണ് നൽകപ്പെടുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ളതായ കൃപാവരമല്ല നൽകുന്നത്. സ്തോത്രം. പ്രധാനമായും 9 കൃപാവരങ്ങളെ സംബന്ധിച്ച് ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ വ്യക്തമായി വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അതിൽ സ്തോത്രം, ഈ 9 കൃപാവരങ്ങളും ഒരാൾക്ക് ലഭിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾക്ക് സ്തോത്രം എല്ലാ കൃപാവരങ്ങളും ഒരാൾക്ക് ലഭിക്കുന്നതും എല്ലാവർക്കും കൂടി ഒരു കൃപാവരം നൽകപ്പെടുന്നു എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ കൃപകളാണ് സ്വർഗത്തിലെ ദൈവം നൽകുവാനിടയായി തീർന്നത്. അത് ആത്മാവിന്റെ പൊതുപ്രകാശനത്തിന് വേണ്ടിയാണ്, പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ആത്മാവിന്റെ പ്രകാശനം നമുക്ക് ലഭിക്കപ്പെടുന്നത് എന്നും ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. എന്ന് പറഞ്ഞാൽ ഒരേ ആത്മാവാണ് വിവിധ കൃപാവരങ്ങൾ നൽകുന്നത്. ദൈവം ആത്മാവാണല്ലോ. ആ ആത്മാവ് തന്നെയാണ് എല്ലാവർക്കും കൃപാവരങ്ങളെ നൽകുവാനിടയായി തീർന്നു. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. സ്തോത്രം. കർത്താവ് ഒരുവനാണ്. എന്നാൽ വിവിധ നിലകളിലുള്ളതായ ശുശ്രൂഷകളാണ് ഓരോരുത്തർക്കും സ്വർഗത്തിലെ ദൈവം നൽകുവാനിടയായി തീർന്നത്. യേശുക്രിസ്തു എന്ന ഏക കർത്താവാണ് നമുക്കുള്ളത് എന്നും തിരുവചനത്തിലൂടെ കർത്താവിന്റെ ദാസൻ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത്, എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. അപ്പോ കൃപാവരങ്ങൾ നൽകുന്ന ആത്മാവും ശുശ്രൂഷകൾ നൽകുന്ന കർത്താവും വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ദൈവവും 3 വ്യക്തികളല്ല, ഒരേ ഒരു ദൈവം തന്നെയാണ് എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്.
ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തർക്കും നൽകുന്നത് ദൈവസഭയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ്, അതിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് ചില വ്യക്തികൾ ചില കൃപാവരങ്ങളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് തികച്ചും ആ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചവരായിത്തീരും. സ്തോത്രം. അതിന് മറ്റു ചിലർ പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനിടയായിത്തീരുമെന്നാണ് പറയുന്നത്. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഈ ആത്മശക്തി പ്രാപിക്കപ്പെട്ട ഒരു വ്യക്തി യെരുശലേമിൽ തൻ്റെ മാതൃസഭയിലും യഹൂദ്യയിൽ തൻ്റെ ജാതികളുടെ ഇടയിലും ശമര്യയിലും പുറംജാതികളുടെ ഇടയിലും പിന്നെ അവിടെ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുമെന്നാണ് തിരുവചനത്തിലൂടെ കർത്താവ് പറയുവാനിടയായി തീർന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഒരു വ്യക്തി കർത്താവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം വഹിക്കുവാൻ തുടങ്ങുന്നത്. അത് തൻ്റെ സ്വന്തം മാതൃസഭയിൽ തന്നെ ആ സാക്ഷ്യം താൻ വഹിക്കുവാനിടയായി തീരും. പിന്നെ തൻ്റെ ജാതികളുടെ ഇടയിൽ സാക്ഷ്യം വഹിക്കും, പുറം ജാതികളുടെ ഇടയിൽ സാക്ഷ്യം വഹിക്കും. അങ്ങനെ ദൈവത്താൽ അയക്കപ്പെടുന്ന ഭൂലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ളതായ സകല മനുഷ്യരോടും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പ്രസ്താവിക്കുവാനിടയായി തീരും എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ഈ സാക്ഷ്യം യഥാർത്ഥമായി വചനവിരുദ്ധമായിട്ട് സംസാരിക്കാതെ വചന സത്യം തന്നെ സംസാരിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ധാരാളം ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കാതെ വണ്ണം ദുരാത്മാവിൻ്റെ ആലോചനയാൽ വചനം പ്രഘോഷിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ യഥാർത്ഥമായി സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. സ്തോത്രം. അവരുടെ ആത്മീയ മണ്ഡലത്തിൽ അവർ ചിന്തിക്കുന്നതായ ചില കാര്യങ്ങളൊക്കെ പറയുമെന്നുള്ളതല്ലാതെ സ്തോത്രം വചനത്തിൻ്റെ ആഴമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാനോ പഠിക്കുവാനോ അത് പ്രസ്താവിക്കുവാനോ കഴിയുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ശക്തി ഓരോ ദൈവവൈതലിനും അത്യന്താപേക്ഷിതമാണ് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ളതായ ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ 27-ാമത്തെ വാക്യഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത്. നമ്മെ സ്നേഹിക്കുന്നത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ നല്ല സ്നേഹിതനായ കർത്താവാണ്. സ്തോത്രം. സകലത്തിലും അവൻ പൂർണ്ണ ജയം നമുക്ക് നൽകുവാനിടയായി തീരുമെന്നും തിരുവചനത്തിൽ കാണുവാൻ കഴിയുകയാണ്. പിന്നീട് അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ
ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് കർത്താവിന്റെ ദാസൻ പറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സ്തോത്രം, തന്നെ താൻ സ്നേഹിക്കുന്നവനായ കർത്താവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം പറയുമ്പോൾ അവന്റെ ആത്മീയ ജീവിതത്തിന് എതിരായി കടന്നു വരുന്ന യാതൊരു ശക്തികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിങ്കലുള്ളതായ ദൈവസ്നേഹത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. സ്തോത്രം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവിന്റെ ദാസൻ ഉറച്ചിരിക്കുന്നു എന്നാണ് പറയുവാൻ കഴിയുന്നത്. പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ ഉള്ളത് ദൈവസ്നേഹമാണ്. അവൻ ദൈവമാണ്. ആ സ്നേഹം ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതലിന് യാതൊരു കാരണവശാലും അവനെ പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം, കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ അവന്റെ ജീവിതത്തിൽ വരുമ്പോഴും അതീവ ശക്തിയോടെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് അവൻ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരുമെന്നാണ് കർത്താവിന്റെ ദാസനെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ മറ്റൊരു വിഷയം സംസാരിക്കപ്പെടുന്നത്, ഒരു പുരോഹിതൻ കന്യകയായ ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യാവൃത്തി ചെയ്യുന്നവൾ, ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകുന്നു എന്ന് അവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതനായ യേശു മാനുഷികമായിട്ടുള്ള പുരോഹിതന്മാർ വിശുദ്ധ കന്യകമാരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മുടെ മഹാപുരോഹിതനായ യേശു ഒരിക്കലും പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ വേളി കഴിക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് തന്നാൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളണം. ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിലുള്ളതായ ആ സന്തോഷം നഷ്ടപ്പെടുത്തുവാൻ ഇടയായി തീരരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യാതൊരു വിധമാകുന്ന മലിനതയും കടന്നു വരുവാൻ ഇടയാകരുത്. വിശുദ്ധമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഇല്ല എങ്കിൽ മഹാപുരോഹിതനായ കർത്താവ് നമ്മെ തൻ്റെ കാന്തയോട് ചേർക്കുകയില്ല, അല്ലെങ്കിൽ നമ്മെ വേളി കഴിക്കുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, അവൻ നമ്മെ സ്വീകരിക്കുവാൻ തക്കവണ്ണം യോഗ്യമായ ഒരു ആത്മീയ നിലവാരമുള്ളവരായി ഓരോ പ്രിയപ്പെട്ടവരും ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ സന്നിധിയിലായിരിക്കണമെന്നുള്ളതാണ് ദൈവവചനം അനുശാസിക്കുന്നത്. സ്തോത്രം, അത് തന്നെയാണ് കർത്താവിന്റെ ദാസൻ
ഓർമ്മപ്പെടുത്തുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് സമുദായസ്ഥരായിരുന്നാലും പെന്തക്കോസ്തുകാരായിരുന്നാലും കത്തോലിക്കർ ഉൾപ്പെടെയുള്ളതായ സകല ക്രൈസ്തവ വിഭാഗക്കാരും ചില വിവാഹ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ നിശ്ചയ എൻഗേജ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ ഈ വിഷയഭാഗം വായിച്ചു കേൾക്കാറുണ്ട്. അടുത്ത സമയത്ത് ഒരു വിവാഹ നിശ്ചയത്തിന്, യേശുക്രിസ്തുവിന്റെ നാമക്കാരുടെ ഒരു വിവാഹ നിശ്ചയത്തിന് ഞാൻ കടന്നു ചെല്ലുമ്പോൾ വിവാഹം കഴിക്കുന്നതായ ആ യൗവനക്കാരൻ ഹിന്ദു മാർഗത്തിലുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കേണ്ടതിന് വേണ്ടി തൽക്കാലമായി ക്രിസ്തുമാർഗം സ്വീകരിച്ച് കടന്നു വന്ന വ്യക്തിയാണ്. എന്നാൽ ജനിച്ച കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് വിവാഹിതയാകുവാൻ പോകുന്നതായ പെൺകുട്ടി. അവിടെ പുരോഹിതന്മാർ, ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ വേദഭാഗം വായിക്കുവാനിടയായി തീർന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ വിഷയം ആ വിവാഹ നിശ്ചയത്തിന് വേണ്ടി വായിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ വിവാഹം കഴിക്കുവാൻ പോകുന്ന യൗവനക്കാരനും വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതായ യുവതിയും തമ്മിലുള്ളതായ ആത്മീയ ബന്ധം എങ്ങനെയെന്ന് പരിശോധിച്ചാൽ യാതൊരു കാരണവശാലും അത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ശുശ്രൂഷകന്മാരായിരിക്കുന്ന പാസ്റ്റർമാര് അതിന്റെ മാന്യത എന്താണെന്ന് മനസ്സിലാക്കാതെ സൗകര്യപ്രദമായിട്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഈ വാക്യം വായിച്ചതുകൊണ്ടോ അതിനെക്കുറിച്ച് എത്ര വിശാലമായി പ്രസംഗിച്ചതുകൊണ്ടോ ആത്മീയ മണ്ഡലത്തിൽ അത് പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ളതായ വസ്തുതയും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ ലോകവുമായി ഒരു കാരണവശാലും മാലിന്യപ്പെടാതെ സഭ കന്യകയായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ലോകവുമായിട്ട് മാലിന്യപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്വീകരിക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ കർത്താവ് സ്വീകരിക്കുവാൻ തക്കവണ്ണം യോഗ്യമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായിരിക്കണം ഒരു ദൈവ പൈതൽ. അതിനായിട്ട് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുവാനും തങ്ങളുടെ ബലഹീനതകളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും താല്പര്യമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, മനസ്സില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വലിയ ശിക്ഷാവിധിയുടെ അനുഭവത്തിലേക്കാണ് അത്തരക്കാർ കടന്നു പോകുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകം, ജഡം, പിശാച് എന്നിവയുമായി ഇഴുകിച്ചേർന്ന് കളങ്കപ്പെടുന്നവരായിരിക്കുവാൻ ഒരിക്കലും വിശുദ്ധ സഭയ്ക്ക്
അനുവദനീയമല്ല. യാതൊരു കാരണവശാലും ലോകത്തോടും ജഡത്തോടും പിശാചിനോടും ഇഴുകി കളങ്കപ്പെട്ടവരായി തീരുവാൻ ഇടയാകരുത്. സ്തോത്രം. എപ്പോഴും വേർപെട്ട വിശുദ്ധ ജീവിതത്തിനായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കണം ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കേണ്ടത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ലോകവും ജഡവും പിശാചും ഇവയെല്ലാറ്റിൽ നിന്നും വേർപെട്ട ഒരു ക്രിസ്തീയ ജീവിതമാണ് കർത്താവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-27 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വിശുദ്ധ സഭ അല്ലെങ്കിൽ കന്യക കറയും ചുളുക്കവും ഇല്ലാത്തവരായിരിക്കണം, ശുദ്ധയായിരിക്കണം, നിഷ്കളങ്കയായിരിക്കണം. അങ്ങനെയുള്ളവരെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് സ്തോത്രം യാഗമായി തീരുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ കത്ത് എഴുതുന്നത്. എന്നാൽ നിങ്ങളിൽ ഒരുവൻ ഏതെങ്കിലും തരത്തിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ മനുഷ്യത്വം ജീവനുള്ള ദൈവത്തിന്റെ മുൻപാകെ ഒരു കാര്യസ്ഥനായി നിലകൊള്ളുകയാണിപ്പോൾ. അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത വഹിക്കുകയും നിങ്ങളെ വിമോചിതരാക്കുകയും ചെയ്യുവാൻ അവന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും കർത്താവിൽ പരമേൽപ്പിക്കപ്പെടണം എന്നുള്ളതാണ് വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന ബലഹീനതകളും കുറവുകളും പൊറുക്കുവാനും ശത്രുവിന് മറുപടി കൊടുക്കുവാനുമായി നല്ല ഒരു മധ്യസ്ഥനായി നമ്മുടെ കർത്താവ് നമുക്കുണ്ട്. സാത്താന്റെ സകല കുറ്റാരോപണങ്ങൾക്കും അവൻ മറുപടി നൽകും. അവൻ നമുക്ക് നല്ല ഒരു മധ്യസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് അവന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവ് വരാറായി. നമുക്കതിനായി കാത്തിരിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇളയവന് വേണ്ടി സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്ക് കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം.
അല്പസമയം തിരുവചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ നീ കൃപ ചെയ്തതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കണം, ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, കേൾവിക്കാരായിരിക്കുന്നതിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം, ഇളയവനെയും ശക്തീകരിക്കണം. എല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി, സ്തോത്രം.